തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ കേരളവുമായി ബന്ധപ്പെട്ട അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രചരണ പ്രവർത്തനങ്ങളും അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശരിയായ രീതിയിൽ വിലയിരുത്തപ്പെട്ടില്ല എങ്കിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി പാർലമെൻ്ററി വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് തന്നെ അതിൻ്റെ അവസാനത്തേതാവാനാണ് ഇട എന്ന ഗൗരവം 17 ലോക്സഭാ തിരഞ്ഞെടുപ്പിനും ഇല്ലാത്ത ഒരു കാര്യം ഇപ്പോഴും ഉണ്ട്. പാർലമെൻ്ററി വ്യവസ്ഥ, ഭരണഘടന, മതനിരപേക്ഷത, ഫെഡറലിസം, ഇതെല്ലാം ഭരണഘടനാ മൂല്യങ്ങളുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകളാണ്. ഇതൊന്നും വേണ്ട, ഈ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടന വേണമെന്നും പാർലമെൻ്ററി വ്യവസ്ഥ ഇതുപോലെ തുടരേണ്ടതില്ലെന്നും മതനിരപേക്ഷത മുമ്പ് തന്നെ കാപട്യമാണെന്നും ഫെഡറൽ സംവിധാനം ഇന്ത്യക്ക് യോജിച്ചതല്ല ഒന്നുമെല്ലാം സംഘപരിവാർ വിഭാഗങ്ങൾ എത്രയോ വർഷക്കാലം ഇന്ത്യയിൽ ആശയരംഗത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ഈ RSSൻ്റെ മുദ്രാവാക്യത്തിന് അനുസൃതമായി ഓരോരോ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കി വരികയായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏറ്റവും അവസാനം പൗരത്വ ഭേദഗതി നിയമം എന്ന നിലയിൽ അവതരിപ്പിച്ചത്. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കാൻ ഞങ്ങളെ സഹായിച്ചില്ല എന്നതിൻ്റെ പേരിലാണ് മഹാത്മാഗാന്ധിയെ കൊല്ലാൻ തീരുമാനിച്ചത്. ഈ ഗാന്ധി മുസ്ലിം ദേശീയതക്ക് ഒരു രാഷ്ട്രം കിട്ടി, ഹിന്ദു ദേശീയതക്ക് ഒരു രാഷ്ട്രം നൽകുന്നതിൽ ശക്തിയായ എതിർപ്പ് ഗാന്ധിക്കായിരുന്നു. പിന്നെ പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം ഗാന്ധി തുടർച്ചയായി സ്വീകരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ ഈ ഗാന്ധി ഇതേ നില തുടർന്നാൽ വളരെ വ്യക്തമായിട്ട് വർബാറ്റ സഹിതം നമ്മുടെ മുമ്പിൽ ഇപ്പോഴുണ്ട്. ഗോൾവാൾക്കറുടെ പ്രസംഗം മൗനമാക്കേണ്ടി വരുമെന്നാണ്, നിശബ്ദമാക്കേണ്ടി വരും എന്നാണ് അവർ ഉപയോഗിച്ചത്. അത് ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ RSകാർ ഉയർത്തുന്ന ഹിന്ദുത്വ അജണ്ട 1923 സവാർക്കർ ആ മുദ്രാവാക്യം വെച്ചത്. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് 1925 RSS രൂപീകരിക്കുന്നത്. ഏതാണ്ട് ഒരു 100-101 കൊല്ലമായി ഈ ഫാസിസ്റ്റ് മുദ്രാവാക്യം ഇന്ത്യൻ മനസ്സിൽ വളരെ ശക്തിയായി ഒരു വിഭാഗത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴീ 10 കൊല്ലത്തിനിടയിൽ പൗരത്വ ഭേദഗതി നിയമം എന്ന ഈ നിയമം ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള ചുവടുവെപ്പാണ്, കൈവഴികളാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മൗലികമായ പ്രശ്നം മതനിരപേക്ഷത നിലനിൽക്കുന്ന ഇന്ത്യ വേണോ, അല്ല മതരാഷ്ട്രമായ ഹിന്ദുത്വ അജണ്ട ഫാസിസ്റ്റ് രീതിയിൽ നടപ്പിലാക്കണോ എന്നതാണ്. ഈ മൗലികമായ പ്രശ്നത്തിൻ്റെ മേലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. അവർ പൗരത്വ ഭേദഗതി നിയമം അത് ചട്ടം വന്നപ്പോൾ എന്താണ് നിങ്ങളുടെ നിലപാട് എന്നതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാത്രി ഉറങ്ങി രാവിലെ പറയാമെന്നാണ്. അത് കഴിഞ്ഞിട്ടിപ്പോൾ 1 മാസത്തിലെത്തി, പറഞ്ഞിട്ടേ ഇല്ല. രാഹുൽ ഗാന്ധി നമുക്കെല്ലാം അറിയുന്ന പോലെ കിഴക്ക് പടിഞ്ഞാറ് നടത്തം എവിടെയും പറഞ്ഞില്ല. മുംബൈയിൽ സമാപനം അവിടെയും പറഞ്ഞില്ല. സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് വയനാട്, അവിടെയും പറഞ്ഞില്ല. അതിനുശേഷം പല പരിപാടികളിലും കേരളത്തിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് നടത്തി, അവിടെയൊന്നും ഈ കാര്യം പറയുന്നില്ല. ഇന്ത്യയുടെ ഏറ്റവും മൗലികമായ ഒരു പ്രശ്നത്തിൻ്റെ മേലെ അഭിപ്രായമില്ല, പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിക്കുന്നുമില്ല. ഇതാണ് ഗൗരവമുള്ളൊരു പ്രശ്നം.